വീണ്ടും തകർന്ന് സ്വർണ്ണവില ചരിത്ര ഇടിവിലേക്ക്. മിനിഞ്ഞാന്ന് സ്വർണ്ണവില ഒരു പവന് ഒറ്റയടിക്ക് 2000 രൂപയുടെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. കേന്ദ്ര ബജറ്റിനെ തുടർന്ന് എക്സൈസ് തീരുവ കുറച്ചത് കാരണം സ്വർണ്ണവില കൂപ്പുകുത്തുകയായിരുന്നു. അതേസമയം ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നെങ്കിലും രാവിലെയോടുകൂടി മാർക്കറ്റുകൾ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഔൺസ് ഡോളറിന്റെ കണക്ക് 2415 ഉയർന്നത് 2373 ഇന്ത്യൻ മാർക്കറ്റ് M6 68,805 നിന്നും 67,195 അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർണ്ണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത രീതിയിലുള്ള വിലക്കുറവാണ് സംഭവിച്ചത്. ഒരു പവന് ഒറ്റയടിക്ക് 760 രൂപയാണ് വീണ്ടും കുറഞ്ഞിരിക്കുന്നത്. 51,200 എത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം. അർജന്റായി സ്വർണം വിൽക്കാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ്. അതേസമയം 24K തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7005 ഇന്ന് രാവിലെ 7030 ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 7005 അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ബോർഡർ റേറ്റിനോട് തൊട്ട് അടുത്ത് കിട്ടുമെങ്കിലും 100 മുതൽ 300 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. ഒരുപക്ഷെ തങ്കത്തിൻ്റെ വില ഇനിയും കുറയുകയാണെങ്കിൽ സ്വർണം വിൽക്കുന്നവർക്ക് കനത്ത നഷ്ടം തന്നെ നേരിടേണ്ടി വരും. അതേസമയം വെള്ളി വിലയും ഇടിഞ്ഞു. ഗ്രാമിന് 89 10 ഗ്രാമിന് 890 വ്യാപാരം നടക്കുന്നത്. കേന്ദ്ര ബജറ്റിനെ തുടർന്ന് സ്വർണ്ണവില ഒരു പവന് 2160 രൂപയാണ് 2 ദിവസം കൊണ്ട് ഇടിഞ്ഞിരിക്കുന്നത്. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.